നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. പാറു, പെട്ടെന്ന് ഇതൊക്കെ എടുത്ത് വെക്കേ. ഞങ്ങള് ബാഗ് എടുത്ത് താഴെ വെയിറ്റ് ചെയ്യാം. എന്തിന്? ഓട്ടോ സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു ചെറിയ ചായക്കട കണ്ടില്ലേ? അവിടെ നല്ല കാരവടയും മുളക് ബജിയും കിട്ടും. ഓരോ ചായയും കാരവടയും മുളക് ബജിയും കഴിച്ചിട്ട് ഞങ്ങൾ നിന്റെ കൂടെ ഹോസ്റ്റലിൽ വരും. എന്തിനാ ഹോസ്റ്റലിലേക്ക് വരുന്ന? നിന്നെ കൊണ്ടുവിടാൻ. എന്നെ കൊണ്ടുവിടാനോ? എന്തിനാ എന്നെ കൊണ്ടുവിടുന്ന? ഞാനെന്നും ഒറ്റയ്ക്കല്ലേ വരുന്നതും പോകുന്നതും. ഇനി കുറച്ചു ദിവസം നീ ഒറ്റയ്ക്ക് പോണ്ട. നിന്നെ ഞങ്ങളും ഉണ്ടാക്കാം. കാലത്ത് ഇങ്ങോട്ട് വരുമ്പോഴും ഒറ്റയ്ക്ക് വരണ്ട. പ്രിയൻ അവിടെ വരും. പ്രിയന്റെ കൂടെ ബൈക്കിൽ വന്നാ മതി. എന്തിന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ചു പറയേ. ഓരോ തവണ തോൽക്കുമ്പോഴും ശത്രുക്കളുടെ പക കൂടി വരാന്ന് പ്രിയൻ അറിയാം. അതുകൊണ്ടാ നിന്നെ ഭദ്രമായി ഹോസ്റ്റലിൽ എത്തിക്കാനുള്ള ചുമതല പ്രിയൻ ഞങ്ങളെ ഏൽപ്പിച്ചത്. ഇനി നീ കുറച്ചു ദിവസം ഒറ്റയ്ക്ക് എവിടെയും പോകരുത്. ഞങ്ങൾ സമ്മതിക്കില്ല. എവിടെ പോകുമ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടാവും. അയ്യോ, നിങ്ങൾ എന്റെ കൂടെ വരുന്ന എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ആയിഷയോട് വരാൻ പറഞ്ഞു. അവളുടെ സ്കൂട്ടറില് 5:45 ആവുമ്പോ ഇവിടെ വരും. സത്യാണോ? നിന്നെ കൂട്ടാൻ ഐഷ വരുവോ? ഞാനെന്തിനാ കള്ളം പറയുന്നേ? വരും സൗസു. കൃത്യം 5:45 ഗേറ്റിന് മുന്നിലുണ്ടാവുന്ന അവള് പറഞ്ഞിരിക്കുന്നെ. അവള് വരുമ്പോഴേക്കും ഞാൻ ഇതെല്ലാം എടുത്തു വെക്കട്ടെ. നിങ്ങൾ പൊയ്ക്കോ. ആയിഷ വരുമല്ലോ, ഉറപ്പാണല്ലോ? ഉറപ്പാ ജയന്തി ചേച്ചി. ഇവിടെ അടുത്തല്ലേ അവള് പഠിക്കുന്ന കോളേജ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോവാം. സൗസു ബാപ്പാ. ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വന്നാ ശരിയാവില്ല ജയന്തി ചേച്ചി. ഇങ്ങോട്ട് വരാൻ തയ്യാറെടുക്കുന്ന ശത്രുവിനെ അങ്ങോട്ട് പോയി കാണുന്നതാ ചട്ടമ്പിപ്പാറിന്റെ സ്വഭാവം. ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ട്. ഇന്ന് തന്നെ അത് തീർക്കണം. പഞ്ചർ പണി കിട്ടി. ഈ വണ്ടി ഒന്ന് മാറണമെന്ന് ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി. ഈ വണ്ടി മാറ്റാൻ പാടില്ല, നല്ല ഐശ്വര്യമുള്ള വണ്ടിയാണെന്ന് അവള് പറയുമ്പോ കേൾക്കാതിരിക്കാൻ പറ്റുമോ? കേട്ടില്ലെങ്കിൽ ചെവിതല കേൾപ്പിക്കോ? ഈ ആയുസിന് വണ്ടി മാറ്റാൻ പറ്റില്ല, കെട്ടിയോളെ മാറ്റാൻ പറ്റില്ല. എന്റെ കരുണാകര, നീ അനുഭവിക്ക്. ആരാ ഈ പണി ഇവിടെ ചെയ്ത്? ഞാനാ ഈ പണി ചെയ്തത്. എന്തു പറ്റി കരുണാകരൻ സർ? സാറിന്റെ കാറ്റ് പോയോ? അല്ല, വണ്ടിയുടെ കാറ്റ് പോയോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. കരുണാകരൻ സാറിന്റെ കാറ്റ് അങ്ങനെ എളുപ്പത്തിലൊന്നും പോവില്ലല്ലോ അല്ലേ? പോകും സർ. എന്നെ പോലൊരു പെണ്ണ് തന്റെ ഇടത്തോടെ തല ഉയർത്തി പിടിച്ചു നിന്ന് കണ്ണിലേക്ക് തന്നെ നോക്കി നിന്ന് സംസാരിച്ച ഏത് കരുണാകരന്റെയും കാറ്റ് പോവും. എന്നെ എടീന്ന് വിളിച്ചാലുണ്ടല്ലോ, അങ്ങനെ വിളിക്കാൻ നാവ് വളയ്ക്കുമ്പോ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. ഇത് കമ്പനിയല്ല. ഇവിടെ നിങ്ങൾ പ്രൊഡക്ഷൻ ചീഫും അല്ല. ഇത് റോഡാ, പൊതുവഴി. ഇവിടെ എന്റെ സാറ് ഞാൻ തന്നെയാ. എന്നെ എടീന്ന് വിളിച്ചാ എടാന്ന് ഞാനും വിളിക്കും. പോയി പണി നോക്കടാന്ന് മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. കമ്പനിയിൽ വെച്ച് നിങ്ങൾ സാറ് കളിച്ചപ്പോഴെല്ലാം ഞാൻ അനുസരിച്ചിട്ടുണ്ട്. നിങ്ങള് ചവിട്ടി മെതിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഞാൻ സഹിച്ചിട്ടുമുണ്ട്. അതെന്റെ കടമയാ. അവിടെ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന വെറും ഒരു അടിച്ചുതളിക്കാരി മാത്രമാണ് ഞാൻ. നിങ്ങൾ എന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. എന്റെ ശരീരവും മനസ്സും. ഒരു പെണ്ണിന് ഏറ്റവും വിലപ്പെട്ടത് അവളുടെ മാനവും സൽപ്പേരുവാ. എന്റെ മാനം കളങ്കപ്പെട്ടു എന്നൊരു കഥ നിങ്ങൾ പറഞ്ഞുണ്ടാക്കി.
എനിക്ക് പേരുദോഷം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അവളൊരു പട്ടിക്കാട്ടുകാരി. അവളെ എന്തും പറയാം, എന്തും ചെയ്യാം. എല്ലാം കേട്ടും സഹിച്ചും ഒരക്ഷരം തിരിച്ചു പറയാതെ ഒരു മൂലയിൽ പോയി നിന്നോളൂ. അല്ലെങ്കിൽ കമ്പനി വിട്ട് ഓടിപ്പോയിക്കോളും. അതായിരുന്നില്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്? മിണ്ടാതെ മൂലയിൽ പോയിരിക്കുന്ന പാർവതി ചത്തുപോയി. ഇത് പുതിയ പാർവതിയാ. ഇങ്ങോട്ടൊന്നു പറഞ്ഞ 10 തിരിച്ചു പറയുന്ന, ഒരടി കിട്ടിയ 10 അടി തിരിച്ചു കൊടുക്കുന്ന പുതിയ പാർവതി. നിങ്ങളും ആ മുക്തയും റൂമിൽ കുടുങ്ങിപ്പോയത് ആ വാതിലിന്റെ തകരാറ് കൊണ്ടൊന്നും അല്ല. എന്നെയും പ്രിയൻ ചേട്ടനെയും ഗോഡൌണിൽ പൂട്ടിയത് നിങ്ങളും അവളും കൂടിയല്ലേ? അതിന് തിരിച്ചടി തന്നതാ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങളെ ആ റൂമിൽ കുടുക്കിയത് ഞാനാണെന്ന്. മൂക്കിന് താഴെ മീശയുള്ളത് കൊണ്ട് ആണാവില്ല. ആണാണെങ്കിൽ അതിന്റെ ധൈര്യവും കാണിക്കണം. അറിയാതെ വന്ന വാതിലും പൂട്ടി കടന്നു കളയുന്നവനെ, അതിനൊത്താശ ചെയ്യുന്നവനെ ആണെന്ന് വിളിക്കാൻ പറ്റില്ല. ആണും പെണ്ണും കെട്ടവനെന്നേ വിളിക്കാൻ പറ്റൂ. മിണ്ടരുത്. ഞാൻ പറയുന്നത് മിണ്ടാതെ കേട്ടു നിന്നോണം. ധൈര്യം ഉണ്ടെങ്കിൽ നേർക്ക് നേരെ മുട്ടാൻ വാ. ഈ പാർവതി എന്താണെന്ന്, പാർവതിയുടെ ശക്തി എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനിയും പിന്നിലൂടെ വന്ന് അടിച്ചു വീഴ്ത്താൻ നോക്കിയാ കരുണാകര, എന്റെ പൊന്നു മോനെ, നിന്നെ ഞാൻ ചവിട്ടിക്കൂട്ടും. ഓർത്തോ?